പിന്നെ അങ്ങനെ വന്നു. അതിപ്പം ഇന്ന് കോടതിയിൽ ഹാജരാവാൻ ഇച്ചിരി വൈകി പല കാര്യങ്ങൾ കൊണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ പിഴ അടച്ചു. അതിൻ്റെ ഒരു ടിൽ റൈസ് ഒരു വിധി ഉണ്ടായിരുന്നു, അതും തീർത്തു. ഇപ്പോൾ ആ കേസ് തീർന്നു. ഇനിയും സമരങ്ങളുടെ പേരിലുള്ള കേസുകൾ കുറേ ഉണ്ട്. ശരിയാച്ചൊരു സ്പ്ലിറ്റ് വന്നു കേസിൽ. ഇപ്പം കേസ് നമ്പറിൽ ഒരു സ്പ്ലിറ്റ് വന്നു. ഇപ്പോൾ 1-2 ആളുകൾ പിന്നെ പിഴ അടച്ചുമായിട്ട് ബന്ധപ്പെട്ടൊരു സ്പ്ലിറ്റ് വന്നു. പിന്നെ ഞാൻ ഇവിടെ നിന്ന് ചേഞ്ച് ചെയ്തപ്പോൾ കമ്മ്യൂണിക്കേഷനിലും ഇതിപ്പോൾ അഡ്രസ്സിലൊക്കെ ഒരു ചെറിയ മാറ്റം വന്നല്ലോ. എന്തായാലും ഇപ്പോൾ എപ്പോഴാണെങ്കിലും പിന്നെ പിഴ അടച്ച് തീരേണ്ട ഒരു കേസ് തന്നെയായിരുന്നു. കുറേ കേസുകൾ ഉണ്ടായിട്ടുണ്ട് സമരങ്ങളിൽ. ഇന്നിപ്പോൾ രാഹുൽ ഗാന്ധിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട ഒരു കേസിൽ ഇൻസ്റ്റൻ്റായിട്ട് നടന്ന ഒരു സ്പോണ്ടേനിയസ് ആയിട്ട് നടന്ന ഒരു സമരമാണ്. അതിൻ്റെ ഭാഗമായിട്ടുണ്ടായ ഒരു കേസാണ്. ഇപ്പോൾ ഈ അമൃത് ഭാരത് ട്രെയിനിൻ്റെ വിഷയം മലബാറിൻ്റെ വലിയൊരു നിരാശയുണ്ട് ആ കാര്യത്തിൽ. സ്റ്റോപ്പുകൾ അനുവദിക്കുന്നതിലും പ്രത്യേകിച്ച് വടകരയാണെങ്കിലും പ്രധാനപ്പെട്ട സ്റ്റേഷനുകൾ ആളുകൾ കൂടുതൽ ആശ്രയിക്കുന്ന സ്റ്റേഷനുകളൊന്നും സ്റ്റോപ്പില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് ശ്രദ്ധപ്പെട്ടിട്ടുണ്ട്. കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഇപ്പം വടകര കോൺസ്റ്റിറ്റ്യുവൻസിയിൽ കൊയിലാണ്ടി, വടകര, മാഹി, തലശ്ശേരി 4 പ്രധാനപ്പെട്ട സ്റ്റേഷൻ. അതിൽ തലശ്ശേരിക്ക് മാത്രമാണ് ഇപ്പോൾ സ്റ്റോപ്പ് അനുവദിച്ച് കിട്ടിയിട്ടുള്ളത്. വടകര ഉൾപ്പെടെയുള്ള സ്റ്റേഷൻ, വടകര ഇപ്പം നവീകരിച്ച ഒരു സ്റ്റേഷനും കൂടിയാണ്. അപ്പം പിന്നെ കഴിഞ്ഞ ഒരു 2 ആഴ്ച മുമ്പ് നമുക്ക് കോവിഡ് കാലത്ത് നിർത്തിവെച്ചിരുന്ന ഒരു 3 ട്രെയിനിൻ്റെ സ്റ്റോപ്പ് നമുക്ക് റീഎസ്റ്റാബ്ലിഷ് ചെയ്ത് കിട്ടിയെങ്കിലും ഈ ട്രെയിനിന് കൂടുതൽ സ്റ്റോപ്പുകൾ അവിടെ പ്രതീക്ഷിച്ചിരുന്നു എന്നുള്ളത് സത്യമാണ്. അത് ആവശ്യവുമാണ്, ജനത ആഗ്രഹിക്കുന്നുമുണ്ട്. അപ്പം പാർലമെൻറ്റ് സമ്മേളനം നാളെ തുടങ്ങുകയാണ്. ഇന്ന് ഡൽഹിയിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ആ മേഖലയിലെ എംപിമാരെല്ലാവരും കൂടെ ചേർന്ന് നാളെ ബഹുമാനപ്പെട്ട റെയിൽവേ മിനിസ്റ്ററെ കണ്ട് കൂടുതൽ സ്റ്റോപ്പുകൾ അനുവദിക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യും. ഇപ്പോൾ ഒരു ജില്ലയിലെ ഒരു സ്റ്റോപ്പ് എന്നുള്ളത് എല്ലായിടങ്ങളിലും പാലിക്കപ്പെട്ടിട്ടുമില്ല. ചിലയിടങ്ങളിൽ കൂടുതൽ സ്റ്റോപ്പുകൾ കാണുന്നുണ്ട്. അപ്പോൾ അതേ മാനദണ്ഡങ്ങളും സ്റ്റേഷൻ്റെ ഇൻകവും വരുമാനമൊക്കെ വെച്ച് നോക്കുമ്പോൾ പരിഗണിക്കുമ്പോൾ പോലും കിട്ടേണ്ടതുള്ള അർഹതയുള്ള വടകര ഉൾപ്പെടെയുള്ള സ്റ്റേഷൻസ് ഉണ്ട്. അപ്പോൾ അതിന് എത്രയും പെട്ടെന്ന് അവിടെ സ്റ്റോപ്പ് ലഭ്യമാക്കണമെന്ന് ബഹുമാനപ്പെട്ട റെയിൽവേ മിനിസ്റ്ററെ നേരിട്ട് കണ്ട് അടുത്ത ദിവസങ്ങളിൽ അറിയിക്കാനും ഒരു ആപ്ലിക്കേഷൻ കൊടുക്കാനും ശ്രമിക്കും. ഞാൻ ഇന്ന് ഇവിടെ ആയതുകൊണ്ട് എനിക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല.